CPMന്റെ മുതിർന്ന നേതാവ് ആലപ്പുഴയിലെ ജി സുധാകരൻ പാർട്ടി വിട്ടു. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ആരുടെയും പിന്തുണ തേടില്ല, എവിടെയും പോയി പ്രസംഗിക്കില്ല. പക്ഷേ ഞാനിപ്പോഴും ആ പാർട്ടിയുടെ ആശയങ്ങളോട് അതിൻ്റെ നിലപാടുകളോടൊക്കെ യോജിച്ച് നിൽക്കുന്ന ആളാണ്. ഈ പറയുന്ന സമരകാലത്തൊക്കെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായി നിന്ന് ഒരുപാട് മർദ്ദനമൊക്കെ ഏറ്റുവാങ്ങിയതാണ്. അപ്പോൾ ജി സുധാകരൻ മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നു എന്ന് പറയുന്നത് മൊത്തത്തിൽ CPMനുള്ള ഒരു താങ്ങാണോ? കാരണം പാർട്ടി ജീർണിച്ച് വരികയാണെന്ന് നിലവിൽ ഒരു അഭിപ്രായമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ജി സുധാകരൻ മാറുകയാണോ? ഇനി സുധാകരൻ പോയാൽ MVRനും KR ഗൗരിയമ്മയ്ക്കും ഉണ്ടാക്കാൻ കഴിയാത്ത എന്ത് ചലനമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പറ്റുക? സുധാകരൻ്റെ പത്രസമ്മേളനം ഞാൻ മുഴുവൻ കണ്ടു. അത് ശരിക്കും ഒരു സ്റ്റഡി ക്ലാസ് പോലെ ഇരുന്നു. സ്റ്റഡി ക്ലാസ്സൊക്കെ പാർട്ടി സ്കൂളിൻ്റെയൊക്കെ പ്രിൻസിപ്പലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴാണ് ആ സ്ഥാനമൊക്കെ ഒഴിഞ്ഞത്. അതുവരെ അദ്ദേഹം പോയി ഈ ക്ലാസ് എടുക്കാത്ത ഒരു പഞ്ചായത്ത് പോലും, ഒരു വാർഡ് പോലും ഇവിടെ ഇല്ല, ആലപ്പുഴ ജില്ലയിലില്ല എന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ പാർട്ടി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെമോക്രസി എത്ര തരത്തിലാണുള്ളത്, അത് ഇത്ര തരത്തിലാണുള്ളത് എന്ന് പറഞ്ഞിട്ട് എല്ലാ സംഭവങ്ങളും പുള്ളി അത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ അത് അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ, കാരണം പാർട്ടി സാധാരണഗതിയിൽ ചെയ്യുന്നത് അഞ്ചാമ്പത്തി, കുലംകുത്തി, ഒറ്റുകാരൻ അല്ലേ, ഈ അഴിമതി, പെണ്ണുപിടി തുടങ്ങിയ സാധനങ്ങൾ സുധാകരനെ പറ്റി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പോൾ ഈ വഞ്ചകൻ എന്നുള്ള സാധനം പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള മറുപടി ആണ് അദ്ദേഹം ഈ സ്റ്റഡി ക്ലാസ് വഴി, അത് സഖാക്കൾക്കുള്ള സ്റ്റഡി ക്ലാസ്സാണ് ഈ വോട്ടർമാർക്കുള്ളത്. കാരണം സഖാക്കളുടെ വോട്ട് അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് ഉറപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം അതുകൊണ്ട് ചെയ്തിരിക്കുന്നത്. കാരണം മറ്റുള്ള വോട്ടുകൾ മാത്രം കിട്ടിയാൽ പോരാ, മറ്റേ CPM വോട്ടിൽ തന്നെ പിളർപ്പുണ്ടാവണം. സഖാക്കൾ, ആദർശശാലികളായ സഖാക്കളുണ്ടല്ലോ. കാരണം സുധാകരനെ പോലെ ചിന്തിക്കുന്ന ധാരാളം ആളുകൾ, സുധാകരൻ പറഞ്ഞത് ആദർശശാലികളുടെ, അഴിമതി നടത്താത്തവരും ഈ തന്തയ്ക്ക് വിളിക്കാത്തവരും, അതാണല്ലോ ഈ ടാർഗറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അതെ. അപ്പോൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു പാർട്ടി എന്ന് പറഞ്ഞാൽ. ഈ പഴയ പട്ടാളക്കാർ വന്നിട്ട് കഥ പറയില്ലേ, മുമ്പ് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട്, ആ സാധനം സുധാകരൻ പറഞ്ഞു. മുമ്പ് ഇങ്ങനെയായിരുന്നു പാർട്ടി, ആദർശശാലികളുടെ ഒരു കൂട്ടമായിരുന്നു ഞങ്ങളുടേത് എന്നൊക്കെയുള്ളതാണ് പറഞ്ഞത്. പാർട്ടി പരിപാടിയും പ്രത്യയശാസ്ത്രമൊന്നും ഞാൻ ഇന്ന് ഉപേക്ഷിച്ചിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അതും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് സഖാക്കളുടെ വോട്ട് ആദ്യം ഉറപ്പിച്ചു. മറ്റേത് ഞാൻ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം ബുദ്ധിപരമായിട്ട് ചെയ്തത് എന്താണ്, അദ്ദേഹം മറ്റ് പാർട്ടികൾ സ്ഥാനാർത്ഥികളെ അമ്പലപ്പുഴയിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടോ എന്ന് പറഞ്ഞിട്ടല്ലേ? അതെ. അതുകൊണ്ടാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് നോമിനേഷൻ കൊടുത്ത്, ഇപ്പോൾ M. ലിജു തൃപ്പൂണിത്തുറയിൽ വന്ന് നിൽക്കുന്നൊക്കെ പറഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥി. അപ്പോൾ ഈ അവിടെ ഈ സംഭവം എന്താന്ന് വെച്ചാൽ, ഈ നോമിനേഷനൊക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക തുടങ്ങിയ സംഭവങ്ങൾക്കൊന്നും സുധാകരൻ നിന്നില്ല. സുധാകരന് നന്നായിട്ട് രാഷ്ട്രീയം അറിയാം. കാലേകുട്ടി. അപ്പോൾ UDFന് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാം, അദ്ദേഹം വേണ്ടെന്ന് പറയാൻ പറ്റില്ല, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറ്റില്ല. BJPക്കും വേണമെങ്കിൽ. ഇതൊന്നും അദ്ദേഹം നിരസിച്ചിട്ടില്ല, വേണ്ടെന്നും പറഞ്ഞിട്ടില്ല. ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. പക്ഷെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് എതിരല്ലെന്ന് കൂടി പറയുന്നുണ്ട്. അദ്ദേഹം പാർട്ടിക്കെതിരെ ഒന്നും സംസാരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ഊന്നി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ H. സലാമിന് കിട്ടുന്ന പാർട്ടി വോട്ടില്ലേ, അതിലെ ഭൂരിപക്ഷവും അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ സലാമിനെയല്ല, സലാം അദ്ദേഹം പറയാതെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സലാം SDPIക്കാരനാണ്, ഞാനാണ് അവിടുത്തെ യഥാർത്ഥ പാർട്ടി സ്ഥാനാർത്ഥി, ഞാനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അപ്പം ആ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് അതെങ്ങനെ എന്നുള്ളതാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത്. അതിൽ പല കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുള്ളതാണ്. കാരണം ഈ ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വം എന്നൊക്കെ പറയുന്നത് 1977 ആ ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വം, സഹോദരൻ. അപ്പോൾ ആ സഹോദരൻ്റെ രക്തസാക്ഷിത്വം പറയുമ്പോഴും ഇതുവരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് KSUക്കാർ കൊന്നു എന്നാണല്ലോ. ഇപ്പോൾ സുധാകരൻ ഇന്ന് പറഞ്ഞ കഥയിൽ അത് ശരിക്കും ഈ NSSൻ്റെ വിദ്യാർത്ഥി വിഭാഗം ഉണ്ടല്ലോ, അവരുടെ തലയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ
അത് പറഞ്ഞ് ഇനി ആരും രംഗത്ത് വരണ്ട എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ഹൈസ്കൂൾ കാലം മുതൽ മറ്റേ പ്രഭാഷണം നടത്തുന്നുണ്ട്. പിന്നെ അക്ഷരശ്ലോകം, ഉപന്യാസം, സ്പോർട്സ് കാര്യങ്ങൾ അറിയില്ല. അങ്ങനെ പ്രസംഗകനൊക്കെ ആയതുകൊണ്ട് അന്ന് തന്നെ പാർട്ടിയിൽ അംഗമായിട്ട് ചേർന്നതാണ്. 60 കൊല്ലമായിട്ട് പാർട്ടി അംഗമാണ്. അടിയന്തരാവസ്ഥ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് പ്രകടനം നടത്തിയത് തിരുവനന്തപുരത്ത് സ്പെൻസർ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പോലീസുകാർ പിടിച്ചതും, പക്ഷെ പോലീസുകാർ സുധാകരനെ തല്ലിയില്ല എന്നും സുധാകരൻ പറഞ്ഞു. ബാക്കിയുള്ളവരെയൊക്കെ തല്ലിയിട്ടാണ് വണ്ടിയിലേക്ക് കയറ്റിയത്, സുധാകരനെ തല്ലിയില്ല. 23 പേരുടെ പ്രകടനമായിരുന്നു അത് എന്ന് പറഞ്ഞിട്ട് ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തത് പാർട്ടി സംഘടനാ പരിപാടി തുടങ്ങിയ കാര്യങ്ങൾ 15 പാർട്ടി കോൺഗ്രസുകളിൽ പങ്കെടുത്തു. MA ബേബി ഉൾപ്പെടെയുള്ളവരുമായിട്ട് വിദ്യാർത്ഥി കാലം മുതൽ തന്നെ സഹകരണം ഉണ്ടായിരുന്നു. പിന്നീട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരിക്കലും ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും ഒന്നും പറയാറില്ല. CPM നേതാക്കൾ ഗാന്ധിയൻ ആദർശം പിന്തുടരണം, ഗാന്ധിയൻ സ്വഭാവത്തോടുകൂടി മന്ത്രിമാർ പെരുമാറണം. അത് കൃത്യമായ ഒരു ടാർഗറ്റ് അല്ലേ? ഗാന്ധിയൻ മറ്റേ രാഷ്ട്രീയമല്ല, ലാളിത്യം. ഗാന്ധിയുടെ ലാളിത്യമാണ് പിന്തുടരേണ്ടതെന്ന് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ആലപ്പുഴയിലുള്ള CPM നേതാക്കള്, പിന്നെ പൊതുവെ CPM കുടച്ചക്രം എന്ന് പറഞ്ഞു. അത് മറ്റേ അതാണ് ടാർഗറ്റ്സ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിരുന്നു. അത് ഇപ്പൊ കരീം 6 കൊല്ലം രാജ്യസഭയിൽ നിന്നിട്ട് നേരെ വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കുക മാത്രമല്ല, ആ സമയത്ത് അവിടെ കരീമിക്ക പോസ്റ്റർ എഴുതി വെക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാല് മറ്റേ മതത്തിനെ കൂടി തിരഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് കൂട്ടി അഴിച്ചു. പിന്നെ കള്ള കേസാണ് ഈ സുധാകരനെതിരെ ഉണ്ടാക്കിയത്. കള്ള റിപ്പോർട്ട് ആണെന്ന് പറഞ്ഞു. കാരണം 10-20 പേജുള്ള ഒരു വിശദീകരണം സുധാകരൻ എഴുതി കൊടുത്തിരുന്നു ഈ കമ്മീഷന്. മറ്റേ കരീമിക്ക എന്ന് പറഞ്ഞിട്ട് അവിടെ പോസ്റ്റർ വെച്ചു. കരീം ഈ സുധാകരൻ കൊടുത്ത റിപ്പോർട്ടിൽ നിന്ന് ഒരു വരി പോലും മറ്റേ കരീമിൻ്റെ റിപ്പോർട്ടിൽ ഉദ്ധരിച്ചില്ല. കാരണം ഒന്നാമത് ഈ സലാം ജയിച്ചപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞു എന്നാണല്ലോ ആരോപണം. അങ്ങനെ ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം സുധാകരൻ്റെ തലയ്ക്ക് വെച്ചു. സുധാകരൻ ആ ഭാഗം നന്നായിട്ട് വിശദീകരിച്ചു. സുധാകരൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണത്. കാരണം അവിടെ 19 കൺവെൻഷനുകളിൽ സുധാകരൻ പങ്കെടുത്തു സലാമിന് വേണ്ടി. ചിലതിൽ അധ്യക്ഷത വെച്ചു. ഇതല്ലാതെ 4-5 ജില്ലകളിൽ വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക്, വാസവന് ഒക്കെ പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. പല ജില്ലകളിലും പ്രസംഗിക്കാനുണ്ടായിരുന്നു. എന്നിട്ടും ഇത്രയും അവിടെ പണിയെടുത്തു. സുധാകരൻ്റെ പകരക്കാരനായിട്ട് ആണ് വന്നിരിക്കുന്നതെന്ന് അവിടെ സലാമിനെ അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നെ സലാമിന് കിട്ടിയ വോട്ട് അത് അത്ര ചെറുതൊന്നുമില്ല. 5000 വോട്ടിന് അവിടെ VS ജയിച്ചിട്ടുണ്ട്. സുധാകരൻ ആദ്യം വന്ന് നിന്നപ്പോഴും 12,000 വോട്ട് അല്ലേ ആ ഭൂരിപക്ഷമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെയാണ് അത് 23,000 25,000 ഒക്കെ ആയിട്ട് കൂടിയിരിക്കുന്നത്. അപ്പോൾ അത്ര മോശമൊന്നും അല്ലായിരുന്നു സലാമിൻ്റെ. അപ്പോൾ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് പുറത്താക്കുകയായിരുന്നു. പിന്നെ മറ്റേ ടാർഗറ്റെല്ലാം ഫിക്സ് ചെയ്തതെല്ലാം കറക്റ്റായിരുന്നു. സലാമിനെ പറ്റി പറയുന്നിടത്താണ് ഇത്ര തവണ MLA ആയതല്ലേ, മന്ത്രി ആയതല്ലേ, ഇനി അയാൾക്ക് വീട്ടിലിരുന്നു കൂടെ എന്ന് ചോദിക്കുന്നത്. പക്ഷെ അതെന്തുകൊണ്ട് നിങ്ങൾ ഐസക്കിൻ്റെ കാര്യത്തിൽ ചോദിക്കുന്നില്ല? ഐസക്കും മന്ത്രിയായിരുന്നതല്ലേ, ഐസക്ക് ഇത്ര MLA ആയിരുന്നതല്ലേ. അപ്പോൾ ഇത് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പാർലമെൻ്ററി രംഗത്തേക്ക് പാർട്ടി ഒരാളെ അയച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ പണ്ട് നായനാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു EN മുരളീധരൻ നായർ ഒരു TV പരിപാടി എടുക്കുന്നുണ്ടായിരുന്നു നായനാരെ പറ്റി, ഡോക്യുമെൻ്ററി, നീണ്ട ഡോക്യുമെൻ്ററി. അപ്പോൾ അതിന് നായനാരെ ഞാനാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അത് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, ഈ സ്ഥാനമാനങ്ങൾ ഒരു പാർലമെൻ്ററി വ്യാമോഹമല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് എന്നോട് വിശദീകരിച്ചാണ്. കാരണം പാർലമെൻ്ററി രംഗത്തേക്ക് നിയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമല്ലേ ഓരോരുത്തർ സ്ഥാനങ്ങളിലേക്ക് വരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം അല്ലേ, ഡിവിഷൻ കൗൺസിലർ ആകാം, MLA ആകാം, മന്ത്രിയാകാം. അങ്ങനെ പാർട്ടി നിയോഗിച്ചിട്ടല്ലേ ആകുന്നത്. അല്ലാതെ സുധാകരൻ പറയുന്നുണ്ട്, സുധാകരൻ പോയി ഓരോ സ്ഥലത്തും എന്നെ അതാക്കണം ഇതാക്കണം എന്ന് പറഞ്ഞിട്ട്
ആയതല്ല. മാത്രമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചപ്പോൾ വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ ആളാണല്ലോ സുധാകരൻ. അങ്ങനെ സ്ഥാനമാനം ഉണ്ടെന്ന് സലാമിനെ പോലുള്ള സലാം ഇപ്പോൾ സുധാകരൻ പോയ ശേഷവും പറയുന്നത് ഇത്ര തവണ MLA ആയതല്ലേ, മന്ത്രി ആയതല്ലേ, അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതെ, ഇതിനകത്ത് ഈ സലാം പറഞ്ഞുകൊണ്ട് ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു നാടകമാണ്. ഈ നാടകത്തിന് 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരു ഭാഗമേ വന്നിട്ടുള്ളൂ, ഇനി 2 ഭാഗങ്ങളൂടി വരാനുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് അർഹമായ എല്ലാ സ്ഥാനവും കിട്ടി. ശരിയാണ്, നമുക്ക് തോന്നാം കുറേ MLA ആയിരുന്നു, പിന്നീട് മന്ത്രിയായിരുന്നു. അപ്പോൾ അർഹമായ സ്ഥാനമെല്ലാം പാർട്ടിയിൽ നിന്ന് കിട്ടിയ ശേഷം, നേടിയെടുത്ത ശേഷം പാർട്ടിയെ തള്ളി പറയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ അവിടെ മത്സരിക്കാൻ പോകുന്ന H. സലാം ഇപ്പോഴേ തന്നെ സുധാകരനെതിരെ ആക്രമണം അഴിച്ചു തുടങ്ങി എന്നല്ലേ മനസ്സിലാക്കണ്ടേ? സുധാകരനെ പേടിച്ചിട്ടാണല്ലോ സലാം അത് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുധാകരൻ പറയുന്നത് ഞാനാണ് അവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അത് ആ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞു, സ്ഥാനമോഹങ്ങൾ മോഹിച്ചുകൊണ്ട് നിങ്ങൾ പാർട്ടി പ്രവർത്തനം നടത്തരുത്. അതാണ് സലാം പറയുന്നത്. അതേ ആൾ തന്നെയാണ് ഇപ്പോൾ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ മത്സരിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അദ്ദേഹം ജനങ്ങളുടെ നന്നായിട്ട് സേവിക്കുന്ന ആളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ആണെന്നാണല്ലോ സുധാകരന്റെ അവകാശവാദം. അദ്ദേഹം പറയുന്നുണ്ടല്ലോ പെരുമ്പളം പാലം അത് തുടങ്ങി വെച്ചത് സുധാകരനാണ്. അതിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് ദേശാഭിമാനിയിലെ ഒരക്ഷരം പോലും സുധാകരനെ പറ്റി എഴുതിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ അന്തസ്സില്ലായ്മയും മര്യാദകേടും പാർട്ടിക്ക് അത് പറയാമല്ലോ. അതെ, അന്ന് മറ്റേ പിണറായി വിജയൻ വന്നിരുന്നല്ലോ ആലപ്പുഴ ഭാഗത്ത് പോവാൻ. അന്ന് സുധാകരനെ കാണും എന്നൊക്കെ ഒരു റൂമറും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ല, പിണറായി വിജയൻ കണ്ടില്ല. അപ്പോൾ ഈ പാർലമെന്ററി രംഗത്തൊരാൾ വന്നു കഴിഞ്ഞാൽ അത് സ്ഥാനമോഹത്തിന് വേണ്ടിയാണ് എന്ന് സലാം പറഞ്ഞാൽ അതിൽ കഥയൊന്നുമില്ല. അതൊക്കെ പാർട്ടി നിയോഗിച്ചിട്ട് ഇതുവരെ ആയതാണ്. ഇപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞ മൊത്തം എടുത്തു നോക്കിയാൽ നമുക്കറിയാം. കാരണം അദ്ദേഹം വിശ്രമിക്കാനൊക്കെ പോയതാണ്, പിന്നെയും കുത്തിക്കൊണ്ടിരിക്കുക, തന്തയ്ക്ക് വിളിക്കുക. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് കിളച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരും കൂടുമായിരുന്നു അവരുടെ കൂട്ടത്തിലൊക്കെ. അങ്ങനെ ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസിൻ്റെ നല്ല കാലത്ത്, പിന്നെ കമ്മ്യൂണിസ്റ്റായി. അങ്ങനെ ഒരാളെ മറ്റേ തന്തയ്ക്ക് വിളിക്കുന്നു. അതിന് പുറമെ ബ്രാഞ്ചിൽ പോയാൽ ബ്രാഞ്ചിലും പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം അതില്ലാതാക്കുന്നു. ഇങ്ങനെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് സുധാകരനെ. അപ്പോൾ സുധാകരനെ തോന്നുന്നുണ്ട് സുധാകരൻ്റെ ജീവിതം തീർന്നില്ലല്ലോ, പാർട്ടി അവസാനിപ്പിച്ചു സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതം. പക്ഷെ സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതം തീർന്നതായിട്ട് സുധാകരൻ കാണുന്നില്ല. അത് രാഷ്ട്രീയ രംഗത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ MLA ആവണമെന്നും ജനങ്ങളെ സേവിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കാറൊക്കെ ഉണ്ട്. അതിന് പുറമെ ചില ആളുകൾ ഇത് ഉപജീവന മാർഗമാക്കുകയും അഴിമതിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പാർട്ടി നേതാവായിട്ടുള്ള MA ബേബി ഭാര്യ സഹിതം വീട്ടിലെത്തിയിട്ടാണ് G. സുധാകരൻ കണ്ടത്. പിണറായി വിജയൻ ഫോണിൽ സംസാരിച്ചു എന്നാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം CPMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ R. നാസറും H. സലാമും ചിത്തരഞ്ജൻ MLAയും ഇവരൊഴിച്ച് ബാക്കി എല്ലാവരും CS സുജാതയുടെ നേതൃത്വത്തിൽ നേരിട്ട് പോയി അരമണിക്കൂറോളം സുധാകരൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു. അപ്പോഴൊന്നും നിലപാട് വ്യക്തമാക്കാത്ത സുധാകരൻ കൃത്യമായിട്ട് പിന്നീട് നിലപാട് വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ പാർട്ടി വിടുമെന്നോ അല്ലെ സ്വതന്ത്രമായി മത്സരിക്കുന്നോ ഒരു സൂചന പോലും ആ വാർത്താ സമ്മേളനത്തിൽ നൽകിയില്ല. പക്ഷെ അവസാനത്തേക്ക് എത്തിയപ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടല്ലേ സുധാകരൻ മാധ്യമങ്ങളെ ഫേസ് ചെയ്ത്? ഒരു സംശയമില്ല, സുധാകരൻ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥി ആയിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. സുധാകരൻ അതിനു വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ 6 കുറ്റങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് പോകുന്നതായിട്ട് അദ്ദേഹം പിന്നെ ഈ UDF-ആയിട്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ ആ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് തന്നെ അത് ചെയ്യുള്ളൂ. പിന്നെ CS സുജാത സുധാകരൻ്റെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ്. അപ്പോൾ സുജാത അവിടെ പോയിരുന്നു. സുജാതയോട് വളരെ വിശദമായിട്ട് രാഷ്ട്രീയം സുധാകരൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് സുജാത വെറുതെ പോയതായിരിക്കില്ല. കാരണം സുജാതയുമായിട്ട് അത്യാവശ്യം MA ബേബിക്കും അടുപ്പമുണ്ട്. അപ്പോൾ ബേബി അറിഞ്ഞിട്ട് തന്നെ അത് സുധാകരൻ്റെ ബന്ധുവാണെന്നും അറിയാമല്ലോ. അപ്പോൾ സുജാതയെ തന്നെ പാർട്ടി ഇടക്കാലത്ത് ഒതുക്കിയിരുന്നത്. അതെ, അവര് പാർട്ടിയൊക്കെ വിട്ട് ഇന്ത്യ വിട്ട് ജോലിക്ക് പോകുന്നതായിട്ടൊക്കെ ആ കാലത്ത് എന്നോട് പലതും ആ പ്രദേശത്തുള്ളവരും ഒക്കെ
എന്ന് പറഞ്ഞാൽ പൊതു സുഹൃത്തുക്കളുണ്ട് അതെ, എനിക്ക്. ഉം. അവർ പറഞ്ഞിരുന്നതാണ് മറ്റേ സുജാത ഇന്ത്യ വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്ന ഘട്ടം വരെയൊക്കെ എത്തിയിരുന്നു. അപ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ സുജാതയോട് ഈ രാഷ്ട്രീയം മുഴുവൻ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. വിടുക എന്നുള്ളത്, വിടുന്നതിൽ തെറ്റുണ്ട് എന്ന് സുജാതയും പറഞ്ഞിരിക്കാൻ വഴിയില്ല. ഇപ്പൊ MA ബേബിയും ബെറ്റിയും പോയി ഊണ് വെച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ബേബിയും അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞിരിക്കാനേ സാധ്യതയുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടുത്തെ ആലപ്പുഴ പാർട്ടിയിൽ ഈ പറഞ്ഞ സുധാകരൻ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ പോക്കിൽ ബേബിക്കും വലിയ താല്പര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, ഇന്ത്യയിൽ ആകെയുള്ള CPM-ന്റെ തുരുത്താണ് കേരളം. ഈ കേരളത്തിൽ കൂടി പാർട്ടിക്ക് ഭരണമില്ലെങ്കിൽ പിന്നീട് അതിന് വളർച്ചയില്ല. അപ്പോൾ ആത്യന്തികമായിട്ട് CPM വലിയ ജീർണത നേരിടുന്നു എന്ന് പറയാതെ പറയുകയായിരുന്നില്ലേ? ഇന്ന് സുധാകരൻ പത്രസമ്മേളനത്തിൽ നടത്തി പറഞ്ഞിരിക്കുന്ന കാര്യം, പാർട്ടി മൊത്തത്തിൽ നാറിയിരിക്കുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഇവർ മുഴുവൻ ഇത് കഴിഞ്ഞ് MM മണിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, കേട്ടോ? ഇല്ല. ഈ അസഭ്യം പറയുന്നത്, തെറി പറയുന്നത്, ഇതൊന്നും മാർക്സിസ്റ്റുകൾക്ക് ചേർന്നതല്ല. MM മണി കാരണം ഇടുക്കിയിലെ ഷൂ ആണ് മണി. സുധാകരൻ പറഞ്ഞു ഇടുക്കിയിലെ ഷൂ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ പാർട്ടി ഇന്നെത്തിയിരിക്കുന്ന ഈ ജീർണത, അഴിമതി, ഈ കുതികാൽ വെട്ട്, തന്തയ്ക്ക് വിളി, പിന്നെ ടാർഗറ്റ് ചെയ്യൽ, ആളുകളെ മൊത്തം ഈ മുമ്പും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, AKGയുടെയും CH കണാറിൻ്റെ ഒക്കെ കാലത്ത് പാർട്ടിയിൽ ഒരാൾക്ക് മനപ്രയാസം വന്നു എന്ന് കണ്ടാൽ വീട്ടിൽ പോയിട്ട് സമാധാനിപ്പിച്ച് നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം, ഇതുകൊണ്ട് തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഐസക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് ഈ ഒരാൾ ആവശ്യം വരുന്നത്, വീണ്ടും ആവശ്യം വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സുധാകരൻ്റെ തന്തക്ക് വിളിയും ചീത്ത വിളിയും, പിന്നെ സുധാ കുരൻ ഒരു സഖാവ് വിളിച്ചു. പിന്നെ ഏരിയ കമ്മിറ്റിയിലുള്ളവരാണ് എൻ്റെ അച്ഛനെ തന്തയ്ക്ക് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഒരു ബ്രാഞ്ചിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിട്ടും അവിടെ പോലും പ്രവർത്തിക്കാനായിട്ട് അനുമതി നൽകുന്നില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ ഇല്ലാതാക്കാൻ നിലവിലെ ആലപ്പുഴയിലെ പാർട്ടിയുടെ നിയന്ത്രണം കയ്യിലാക്കി ഒന്നിലധികം നേതാക്കൾ. സുധാകരൻ്റെ ഈ പത്രസമ്മേളനം കൊണ്ട് സുധാകരൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ കമ്മ്യൂണിസവും ഇല്ല, ആദർശവും ഇല്ല, പിന്നെ പഠനം, ഈ പാർട്ടി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതൊന്നും അറിയാത്ത ചില പുത്തൻകൂറ്റ് സഖാക്കൾ, ഈ സലാമിനെയൊക്കെ പോലുള്ള ഈ മതപരമായ പശ്ചാത്തലം ഒക്കെ ഈ പാർട്ടിയുമായി കൂട്ടി ഇണക്കി വന്നിരിക്കുന്ന കുറേ പുത്തൻകൂറ്റ് സഖാക്കൾ ഈ പാർട്ടിയെ നശിപ്പിച്ച ആ കഥയാണ് സുധാകരൻ ഇന്ന് ഏറ്റു പറഞ്ഞിരിക്കുന്നത്. അത് സുധാകരൻ്റെ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആദർശശാലികളായ വോട്ടർമാരുണ്ടല്ലോ, പാർട്ടി കേഡർ, അണികൾ സുധാകരൻ്റെ കൂടെ നിൽക്കണം എന്ന് സുധാകരൻ പറയുമ്പോൾ സുധാകരൻ ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ നിങ്ങൾ വിജയിപ്പിക്കരുത് എന്നുള്ളതാണ്. ഇത് ഞാൻ KR ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പോകുന്ന ഏതാണ്ട് ഒരു കൊല്ലം ഇടയ്ക്കിടയ്ക്ക് കോട്ടയത്ത് നിന്ന് മറ്റേ ഗൗരിയമ്മയുടെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഗൗരിയമ്മ ഉടനെ ഒരു അംബാസഡറിൽ കയറി മനപ്രയാസം തീർക്കാനായിട്ട് NH-ലേക്ക് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ആ കാറിൽ എന്നെ മാത്രമാണ് അവർ കയറ്റിയത്. ആ കാറിൽ ഇരുന്നുകൊണ്ടുള്ളതായിരുന്നു. ആ പുറത്താക്കിയ ശേഷം ഒറ്റ അഭിമുഖമാണ് ഒരു പത്രപ്രവർത്തകന്. ആ കാറിലിരുന്നാണ് സംസാരിച്ചത്. ഇനിയും എൻ്റെ മാവ് പൂക്കും എന്നുള്ളതായിരുന്നു ആ അഭിമുഖത്തിൻ്റെ ശീർഷകം. സുധാകരൻ്റെ മാവ് ഇനിയും പൂക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.